എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ഫെവിക്കോളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് ഒരു ഹോം മെയ്ഡ് ഗ്ലൂ ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഏറ്റവും റിക്വസ്റ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളമാണ് എടുത്തത്. അത് 1 സ്പൂൺ ചൂടുവെള്ളമാണ് എടുത്തത്. അതിൻ്റെ കൂടെ ഞാൻ പഞ്ചസാരയാണ് മിക്സ് ചെയ്യുന്നത്. അപ്പം ഈക്വൽ ക്വാണ്ടിറ്റി ആയിരിക്കണം, അല്ലെങ്കിൽ പഞ്ചസാര കുറച്ച് കൂടുതലായിരിക്കണം. ഇനി ഈ പഞ്ചസാര ഈ ഒരു വെള്ളത്തിൽ നല്ലപോലെ അലിച്ചെടുക്കണം. അപ്പോൾ നമുക്കറിയാം അതൊരു സ്റ്റിക്കി ലിക്വിഡായിട്ട് നമുക്ക് കിട്ടും അല്ലേ, പഞ്ചസാരയും വെള്ളവും കൂടെ മിക്സ് ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ കുറേ ഗ്ലൂ റെസിപ്പീസ് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ എനിക്ക് സക്സസ്ഫുൾ ആയത് മാത്രമേ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളൂ. അപ്പം ഇനി അങ്ങോട്ടും കുറച്ചും കൂടെ വീഡിയോസ് വരാനുണ്ട്. അപ്പോൾ ഇതൊറ്റൊരു വീഡിയോ മാത്രമാണ് കേട്ടോ. ഇനി ആ ഒരു പഞ്ചസാര ഈ വെള്ളത്തിൽ നല്ലപോലെ അലിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിൽ ഗോതമ്പ് പൊടിയാണ് ഇടുന്നത്. അപ്പോൾ ഗോതമ്പ് പൊടിയും നമുക്കറിയാം നല്ലപോലെ ഇങ്ങനെ സ്റ്റിക്കി ആയിട്ടുള്ള സംഭവമാണ്. ഇനി ഇത് നല്ലപോലെ ഇതിൽ മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു കുഴമ്പ് രൂപത്തിലാക്കി എടുക്കണം. നല്ല ഇങ്ങനെ ഒരു ഫെവിക്കോളിൻ്റെ രൂപത്തിൽ തന്നെ കിട്ടും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഗോതമ്പ് പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയുടെ ഒരു ക്രീം കളറായിട്ടാണ് നമുക്ക് ഗ്ലൂവിൻ്റെ കളർ ഉണ്ടാവുക. അപ്പോൾ ആ കളർ വേണ്ട, വൈറ്റ് തന്നെ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം കോൺഫ്ലവർ അല്ലെങ്കിൽ മൈദ ഒക്കെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് വൈറ്റ് പെയിൻറ്റില്ലേ, അത് കുറച്ച് ആഡ് ചെയ്താലും മതി. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഇത് നാച്ചുറൽ ആയിട്ടുള്ള സംഭവമല്ലേ, പക്ഷെ വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ആ ഒരു കുഴമ്പ് രൂപത്തിൽ അല്ലെങ്കിൽ ഒരു സെമി ലിക്വിഡ് ഫോമിലാണ് നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ എമർജൻസിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്ലൂ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ 2 പേപ്പർ പീസസാണ് ഒരുമിച്ച് സ്റ്റിക്ക് ചെയ്യുന്നത്. അതുപോലെ ഒരു പേപ്പർ പീസ് കാർഡ്ബോർഡിലും സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിത് ഉണങ്ങാൻ വെക്കണം. ഇത് അപ്പോൾ തന്നെ സ്റ്റിക്കായി നിൽക്കും. പക്ഷേ സ്ട്രോങ് ആയിട്ട് സ്റ്റിക്കായി നിൽക്കണമെങ്കിൽ കുറച്ച് അത് നല്ലപോലെ ഉണങ്ങാൻ വെക്കണം. ഇപ്പോൾ കണ്ടോ, ഇതിപ്പം ഒട്ടി നിൽക്കുന്നുണ്ട്, പക്ഷെ അത് ഇളകി വരും. ഉണങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നല്ലപോലെ വൃത്തിയിൽ സ്റ്റിക്കായി നിൽക്കുള്ളൂ. അപ്പോൾ ഉണങ്ങിക്കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഉണങ്ങിക്കഴിഞ്ഞിട്ടുള്ള റിസൾട്ട്. അപ്പോൾ നമുക്ക് കാണാം, ഇതിങ്ങനെ ഇളക്കിയെടുക്കാനൊന്നും പറ്റുന്നൊന്നുമില്ല. നമ്മൾ നല്ലപോലെ വലിച്ച് പറിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇളക്കാൻ പറ്റും, അല്ലെങ്കിൽ അത് ഇളക്കാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ ഉറപ്പായിട്ടും നല്ലൊരു വർക്കിംഗ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. അപ്പം ഡെഫിനറ്റ്ലി ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ കുറേ ഇതുപോലത്തെ DIY വീഡിയോസ് ഓൾറെഡി ചാനലിലുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.